Today we discuss the topic The Castaway by Tagore. Today we can continue its remaining portion. Let us start. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദ കാസ്റ്റവേ എന്നുള്ള പാഠഭാഗം തുടങ്ങിയിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോവാം. ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം. കിരൺ നിൽഖണ്ഠയോട് അവരുടെ സതീഷിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറഞ്ഞു, അഭിനയിക്കാൻ പറഞ്ഞു. പക്ഷേ അവനെ മൗനം പാലിച്ചുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ കാര്യങ്ങൾ വരെയാണ് നിർത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗം. The decision to return home made everyone busy packing up. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പാക്ക് ചെയ്യുന്ന പ്രവൃത്തിയിലായതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും തിരക്കിലായിരുന്നു. സതീഷ് വാസ് ഗോയിങ് വിത്ത് ഹിം. സതീഷും അവരോടൊപ്പം പോകുന്നുണ്ട്. ബട്ട് നിൽഖണ്ഠ റിമെയിൻഡ് അൺആസ്ക്ഡ്. പക്ഷേ നിൽഖണ്ഠ അപ്പോഴും ചോദിക്കപ്പെടാത്ത ഒരാളെ നിൽക്കുകയാണ്. അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. Later, Kiran's proposal of taking him with them was strongly opposed by other members of the family. അങ്ങനെ കിരൺ പ്രപ്പോസ് ചെയ്തു, അവനെ കൊണ്ടുപോവുകയല്ലേ എന്ന രൂപത്തിൽ. പക്ഷേ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ശക്തമായിട്ട് അതിനെ എതിർത്തു. Finally, Kiran softly advised him to go back to his own home. അധികം സോഫ്റ്റായിട്ട് ഉപദേശിച്ചു, നീ നിൻ്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. This unexpected kindness made him burst into tears. പ്രതീക്ഷിക്കാത്ത ദയോടുള്ള ഈ ഒരു കാര്യം അവനെ അങ്ങേയറ്റം സങ്കടപ്പെടുത്തുകയും അവനെ പൊട്ടിക്കരയുകയും ചെയ്തു. കിരൺ കുഡ് നോട്ട് സ്റ്റോപ്പ് ജോയിനിങ് ഹിം. കിരൺ അവർക്ക് അത് നിർത്താൻ കഴിഞ്ഞില്ല. അവരും അവനോടൊപ്പം കൂടി. എന്നുവെച്ചാൽ അവരും കരഞ്ഞു. ബട്ട് സതീഷ് വാസ് ടെറിബ്ലി അനോയ്ഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദിസ് ആൻഡ് സെഡ്. പക്ഷേ സതീഷ് ഇത് കണ്ടിട്ട് ദേഷ്യപ്പെടുകയും അസ്വസ്ഥത കൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ പറയുകയാണ്, ദാറ്റ് ബ്രാറ്റ് ഹാസ് ക്ലിയർലി ഡിസ്കവേർഡ് എ വേ ടു സോഫ്റ്റൻ യുവർ ഹാർട്ട് വിത്ത് എ ടിയർ ഓർ ടു. കൊള്ളരുതാത്തവൻ അവൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഒന്നോ രണ്ട് കണ്ണീരിങ്ങനെ പൊഴിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ബുദ്ധിമായിട്ട് അവൻ ഇത്തരത്തിൽ അഭിനയിക്കുകയാണ്. ബിക്കോസ് യു ആർ ടു ഗുഡ് ആൻഡ് ട്രസ്റ്റ്ഫുൾ. നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ വിശ്വസ്തയാണ്. നിൽഖണ്ഠ ലെഫ്റ്റ് ദ സ്പോട്ട് വിത്ത് എ ബ്ലീഡിങ് ഹാർട്ട്, സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ഹൗ ടു ബേൺ സതീഷ് ഇൻ ടു ആഷസ്. നിൽഖണ്ഠ ഈ സമയത്ത് അവൻ പോവുകയാണ്. വേദനിക്കുന്ന മുറിവേറ്റ ഹൃദയവുമായിട്ട് അവൻ അവിടുന്ന് പോവുകയാണ്. ചിന്തിച്ചുകൊണ്ട് എന്താ ചിന്തിക്കുന്നത്? എങ്ങനെ സതീഷിനെ അവനെ അവനെതിരെ പ്രതികാരം ചെയ്യാം എന്ന് ചിന്തിക്കുകയായിരുന്നു. സതീഷ് ഹാഡ് ബ്രോട്ട് എ ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ് വിത്ത് ഹിം. അവൻ വന്ന സമയത്ത് വലിയ ഒരു ഇങ്ക് സ്റ്റാൻഡ് കൊണ്ടുവന്നിരുന്നു. ഹിസ് ഗ്രേറ്റ് ഫേവറേറ്റ് ഫ്രം കൽക്കട്ടയിൽ നിന്നുള്ള അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇങ്ക് സ്റ്റാൻഡായിരുന്നു അത്. The ink pot was set on a pearl boat drawn by a silver goose supporting a pen holder. അപ്പോൾ ആ ഇങ്ക് പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ബോട്ടുണ്ട്, മുത്തുകൊണ്ടുള്ള ഒരു ബോട്ട് അതിൻ്റെ ആകൃതിയിലാണുള്ളത്. ആ ബോട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ വെള്ളി നിറത്തിലുള്ള താറാവുകൾ, രണ്ട് തരത്തിലുള്ള താറാവുകൾ ഇങ്ങനെ വലിച്ചു പോകുന്ന പോലെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു രൂപം. അതുപോലെ തന്നെ ഒരു പെൻ ഹോൾഡറൊക്കെ ഉണ്ട്. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇങ്ക് സ്റ്റാൻഡായിരുന്നു അത്. എവറി ഡേ ഹി ക്ലീൻഡ് ഇറ്റ് വിത്ത് ആഡഡ് കെയർ. എല്ലാ ദിവസവും അവനത് വൃത്തിയാക്കുകയും അത് നന്നായിട്ട് പരിചരിക്കുകയും ചെയ്യും. ദ ഡേ ബിഫോർ ദേ വേർ അബൌട്ട് ടു ഡിപ്പാർട്ട് ദ ഇങ്ക് സ്റ്റാൻഡ് വാസ് മിസ്സിങ്. അങ്ങനെ അവരെ പോകുന്നതിന് തൊട്ട് മുൻപ് അവൻ്റെ ഇങ്ക് സ്റ്റാൻഡ് കാണാതെയായി. സതീഷ് വാസ് ആൻഡ് പൗൺസ്ഡ് അപ്പോൺ ദ ബോയ് ഷൗട്ടിങ്. ഇത് കണ്ട സതീഷ് അവൻ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ അണുവിൻ്റെ അടുത്തേക്ക് നിൽഖണ്ഠയുടെ അടുത്തേക്ക് ചാടി ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു, യു ഹാവ് സ്റ്റോളൻ മൈ ഇങ്ക് സ്റ്റാൻഡ് യു തീഫ്. നീയാണ് എൻ്റെ ഇങ്ക് സ്റ്റാൻഡ് മോഷ്ടിച്ചത്, എടാ കള്ള എന്ന് പറഞ്ഞു എടുത്ത് ചാടുകയാണ്. നിൽഖണ്ഠ വോബിൾ ടുവാർഡ്സ് ദ വോൾ വിത്ത് എ സ്വല്ലൻ ഹാർട്ട് ആൻഡ് ഹെഡ്. ഈ സമയത്ത് വോബിൾ ആടി നടക്കുക, ടുവാർഡ്സ് ദ വോൾ ചുമന അഭിമുഖമായിട്ട് ആടി നടന്നു, വേച്ച് വെച്ച് നടക്കുകയാണ് നിൽഖണ്ഠ. ഈ സമയത്ത് അങ്ങേറ്റം ദുഃഖം അവൻ്റെ തലയിൽ ദുഃഖം പേറിക്കൊണ്ട് അവൻ ആടി ചുമനടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
Kiran was greatly distressed at the scene and took him to another room and suggested. കിരൺ ഇത് കണ്ടിട്ട് അല്ലേ അസ്വസ്ഥയായിട്ട് അവർ ഈ കാഴ്ച കണ്ടിട്ട് അവനെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഉപദേശിക്കുകയാണ്. നീലു, ഇഫ് യു ഹാവ് ടേക്കൺ ഇറ്റ് ഷാൽ കീപ് ഇറ്റ് ദർ ആൻഡ് ബ്ലോക്ക് എനി വൺ മേക്കിംഗ് ഫർദർ ഫസ്. പറയാണ് നീലു, തീർച്ചയായിട്ടും പറയാണ്, നീ ഇട്ടുണ്ടെങ്കിൽ നീ അത് എനിക്ക് താ, ഞാനത് അവിടുന്ന് തിരിച്ചു കൊണ്ടുവച്ചോളാം അല്ലേ. മാത്രമല്ല മറ്റുള്ള ആളുകൾ കോലാഹലം വയ്ക്കുന്നതിന് മുൻപ് ശബ്ദിക്കുന്നതിന് മുൻപ് ഞാനത് അവിടെ കൊണ്ടുപോയി വെച്ചോളാം. അപ്പം നീ അത് ഇങ്ങോട്ട് താ, എനിക്ക് നീ മോഷിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയാണ്. ടു ദിസ് നിൽക്കണ്ട knelt down weeping bitterly. ഇത് കണ്ടപ്പോൾ നിൽക്കണ്ട അവൻ മുട്ടുകുത്തിയിട്ട് അല്ലേ അങ്ങേറ്റം സങ്കടത്തോടെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. A fierce battle of words followed between Kiran on one side and Sharath and Sadish on the other. ഈ സമയത്ത് രൂക്ഷമായ വാക്തർക്കം അപ്പോൾ കിരണും അതുപോലെ തന്നെ ശരത്തും അതുപോലെ തന്നെ സതീഷും അവിടെ പരസ്പരം തുടരുകയാണ്. സതീഷ് വാണ്ടഡ് ടു സെർച്ച് ഹിസ് റൂം ആൻഡ് ഷീ റെസ്പോണ്ടഡ് വയലൻ്റ്ലി വിത്ത് ടീയേഴ്സ്. ഈ സമയത്ത് അവൻ്റെ റൂമിൽ പരിശോധിക്കണമെന്ന്, പക്ഷേ അവർ പ്രതികരിച്ചു അല്ലേ കരഞ്ഞുകൊണ്ട്. യു ഡയർ അല്ലേ, എന്താ പറഞ്ഞത്, നിനക്കത്ര ധൈര്യമോ എന്ന് സതീഷിനോട് ചോദിക്കുകയാണ്. ദാറ്റ് വൺസ് സെറ്റിൽഡ് ദ മാറ്റർ. അങ്ങനെ ആ പ്രശ്നം അവിടെ തീർത്തു. കിരൺസ് ഹാർട്ട് ഓവർഫ്ലോഡ് വിത്ത് പിറ്റി ഓൺ ദ ഹോംലെസ് ലാഡ്. ഈ സമയത്ത് കിരണിൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പി ദയ കൊണ്ട്, കാരണം അനാഥനായ ആ ബാലനെ ഓർത്ത്. ഷീ ഗോട്ട് 2 new suits of clothes, a pair of shoes and a bank note and wanted to place them into his box as a surprise gift. അപ്പോൾ അവന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് അവന് 2 വസ്ത്രങ്ങളും ഒരു ജോഡി ഷൂസും അതോടൊപ്പം തന്നെ ഒരു ബാങ്ക് നോട്ടും കറൻസി നോട്ടും ഒക്കെ അവനെ വേണ്ടി പെട്ടിയിലിട്ട് കൊടുക്കാൻ വേണ്ടി സർപ്രൈസ് ഗിഫ്റ്റ് എന്ന രൂപത്തിൽ പെട്ടിയിടാൻ വേണ്ടി അവർ റെഡിയാക്കി വെച്ചിരുന്നു. വെൻ ഷീ അൺലോക്ക് ദ ബോക്സ്, അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോൾ the lid suddenly sprang up with all those petty things jumbling. She started pulling out everything to place them in order. അതെല്ലാം പുറത്തേക്ക് വലിച്ചിട്ടു, എല്ലാം ക്രമപ്പെടുത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു. അതിനു വേണ്ടി അവരെല്ലാം പുറത്തേക്കിട്ടു. There at the bottom came a layer of linen and under it emerged the missing inkstand. അതിന് താഴെ ഒരു തട്ടുണ്ട്, ലിനൻ കൊണ്ടുള്ള പരിക്കൻ തുണി കൊണ്ടുള്ള ഒരു തട്ടുണ്ട് തൊട്ട് താഴെ. അതിന് താഴെയുള്ള ആ ഒരു ഇതിൽ കാണപ്പെട്ടു നഷ്ടപ്പെട്ട ഇങ്ക് സ്റ്റാൻഡ്. ഗൂസ് ആൻഡ് ഓൾ, എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് ആ എല്ലാ വസ്തുക്കളും അതിനകത്തുണ്ട്. കിരൺ സ്റ്റൂഡ് ഹെൽപ്ലെസ്ലി വിത്ത് ദ ഇങ്ക് സ്റ്റാൻഡ് പസിൽഡ്. അന്തം വിട്ടുകൊണ്ട് അവരെ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായായിട്ട് ഇത് കണ്ട് നിൽക്കുകയാണ്. ആ ഇങ്ക് സ്റ്റാൻഡ് ഉണ്ട്, ഗൂസ് എല്ലാ സാധനങ്ങളും. Behind Kiran stood Nilkanda, shocked as if he was hit by heavy hammer on his head. ഇത് കണ്ട കിരൺ ഇറങ്ങി നിൽക്കുന്ന നിൽക്കണ്ട ഇത് കണ്ടപ്പോൾ അവൻ ഞെട്ടിത്തരിച്ചു. കാരണം തൻ്റെ തലയ്ക്ക് എന്തോ ചുറ്റിക്കൊണ്ടല്ലെങ്കിൽ ഹാമർ കൊണ്ട് അടി കിട്ടിയാൽ എന്ന പോലെ ഞെട്ടിത്തരിച്ചു. അവൻ പിറകിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. His last hope of proving him not a thief hit the dust. കള്ളനല്ല എന്ന് തെളിയിക്കാനുള്ള അവസാന പ്രതീക്ഷയും ഇവിടെ വിടുപൊടിയായി, എല്ലാം തകർന്നുപോയി. ആക്ച്വലി ഹി ടുക്ക് ദ ഇങ്ക് സ്റ്റാൻഡ് ആസ് എ റിവെഞ്ച് ടു ത്രോ ഇറ്റ് ഇൻ ടു ദ റിവർ. അർത്ഥത്തിൽ അവൻ അത് വലിച്ചെറിയാൻ വേണ്ടിയിട്ടാണ് നദിയിൽ എറിയാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ അത് വിചാരിച്ചിട്ടാണ് അവൻ ഇതിൽ പെട്ടിൽ സൂക്ഷിച്ചത്. നൗ ദർ ഈസ് നോ വേ ഓഫ് കൺവിൻസിങ് ഹിസ് മിസ്ട്രസ്. പക്ഷേ ഇപ്പോൾ ഇവിടെ തൻ്റെ മിസ്ട്രസിനെ ബോധ്യപ്പെടുത്തുന്നതിന് യാതൊരു വഴിയുമില്ല. He somehow managed to leave the room without Kiran noticing him. അവൻ ശ്രദ്ധിക്കപ്പെടാത്ത രൂപത്തിൽ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് അവൻ അവിടെ നിന്നും പോവുകയാണ്. കിരൺ വിത്ത് എ ഡീപ് സൈ പ്ലേസ്ഡ് ദം ബാക്ക് ഇൻ ദ ബോക്സ് വെൽ. അങ്ങനെ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് നെടുവേർപ്പിട്ടുകൊണ്ട് എല്ലാ സാധനവും തിരിച്ച് അടുക്കി വയ്ക്കുന്നു. എല്ലാം കൃത്യമായിട്ട് വെച്ചു. ദ ഗിഫ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ഓൾ ആൻഡ് ക്ലോസ് ദ ബോക്സ്. ആ സമ്മാനം ഏറ്റവും മുകളിൽ കാണത്തക്ക രീതിയിൽ തൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഏറ്റവും മുകളിൽ വെക്കുകയും ചെയ്തുകൊണ്ട് ആ ബോക്സ് അടച്ചു വയ്ക്കുന്നു. ദ നെക്സ്റ്റ് ഡേ ദ ബോയ് വാസ് നൗ വേർ ടു ബി ഫൗണ്ട്. പിന്നീട് അടുത്ത ദിവസം ആ ആൺകുട്ടിയെ എവിടെയും കണ്ടില്ല. ഈവൻ ദ പോലീസ് കുഡിൻ ഫൈൻഡ് ഹിം. പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശരത് അർജ്ഡ് ഫോർ സെർച്ചിങ് ഇൻ ദ ബോക്സ് ടു നോ മോർ അബൌട്ട് ഹിം, ബട്ട് കിരൺസ് റിഫ്യൂസൽ ഫേസ്ഡ് ഹിം
ടു വിഡ്രോ. അങ്ങനെ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് ബോക്സ് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ കിരൺ അവരുടെ ആ ഒരു വിസമ്മതം പിന്നീട് അതിൽ നിന്നും പിന്തിരിഞ്ഞു. ഷീ ടുക്ക് ദ മിസ്സിംഗ് തിങ്സ് ആൻഡ് ത്രൂ ദം ഇൻ ദ റിവർ. നഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും അവർ നദിയിലേക്ക്, പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ദോ ദ ഫാമിലി ടേൺ ടു ദെയർ ഓൺ ഹോം. അങ്ങനെ കുടുംബം അവരുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു. നിൽക്കണ്ട സ്റ്റാർവിംഗ് മോംഗോളിൽ prowled along the river bank with heart-breaking winds. അങ്ങനെ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നിൽക്കണ്ടയുടെ ആ ഒരു വളർത്തുനായ, അല്ലേ, ആ നായ അലഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പ്രൗൾഡ് മീൻസ് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ റിവർ ബാങ്ക്, ആ പുഴയുടെ തീരത്ത്. വിത്ത് ഹാർട്ട് ബ്രേക്കിംഗ് വൈനസ്, വളരെയധികം സങ്കടത്തോടെ ദുഃഖത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ, ഭക്ഷണമില്ലാതെ അലഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിൽക്കണ്ടയുടെ ഡോഗ് മോംഗോളിൽ, അല്ലേ, അവിടെ ഇങ്ങനെ പട്ടിണി കിടന്ന് നടക്കുകയാണ്. ദിസ് ഈസ് ദ സ്റ്റോറി. നൗ വി ക്യാൻ ഗോ ത്രൂ ദ ടെക്സ്റ്റുവൽ questions. First one, what really is the battle of gods and demons mentioned here? The battle of gods and demons mentioned here in storm, heavy rain, the powerful thunder and lightning. അതാണ് ദൈവത്തിൻ്റെയും പിശാചുകളുടെയും യുദ്ധം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഉരുളുന്ന കൊടുങ്കാറ്റും തോരാമഴയും ശക്തമായ ഇടിയും മിന്നലും, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. Second one, what made the native of Chandarnagar terribly anxious? What was their solution to that? എന്താണ് ചന്ദർനഗറിനെ ഭയപ്പെടുത്തിയ, മുൾമുനയിൽ നിർത്തിയത്? എന്താണ് അതിനുള്ള പരിഹാരം? The illness of Kiran made the natives of Chandarnagar terribly anxious. Their solution was Kiran should be taken to her own home. അപ്പം അതിന് ഒരു പരിഹാരം, അവർ രോഗബാധിതയായിരുന്നു, അപ്പം അതിന് പരിഹാരം എന്നാൽ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതായിരുന്നു. തേർഡ് വൺ, എ റിക്കവേർഡ് പേഴ്സൺ നെവർ നീഡ്സ് ഫർദർ റിക്കവറി. വാട്ട് ഡിഡ് കിരൺ മീൻ ബൈ ദാറ്റ്? ഇപ്പോൾ ഒരു രോഗം മാറിയ വ്യക്തിക്ക് പിന്നെ വീണ്ടും മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണ് അതുകൊണ്ട് ഇവിടെ കിരൺ അർത്ഥമാക്കുന്നത്? ദാറ്റ് ഷീ മീൻഡ് that she has recovered from her illness and she doesn't need to stay in the riverside house for further recovery. അങ്ങനെ രോഗം മാറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കണമെന്ന്, താമസിക്കണമെന്നില്ല എന്ന് പറയണവർ. ഫോർത്ത് വൺ, കിരൺ എൻജോയ്ഡ് ഇൻട്രാക്ടിങ് വിത്ത് പീപ്പിൾ ആൻഡ് ഹേറ്റഡ് ബീയിങ് ഇനാക്റ്റീവ്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് വിച്ച് ഗീവ് ദിസ് സെൻസ്. അതായത് ഗ്രാമീണോടൊപ്പം കഴിയുന്ന സമയത്ത് അങ്ങേയറ്റം സന്തോഷവതിയായിരുന്നു കിരൺ. അതിനെ സൂചിപ്പിക്കുന്ന സെൻസുകൾ എടുത്തെഴുതുക. കിരൺ ഹാഡ് എൻജോയ്ഡ് ബീയിങ് വിത്ത് വില്ലേജേഴ്സ് ടീമിങ് വിത്ത് ഫൺ, ബട്ട് ഹിയർ ഇൻ ദ റിവർ സൈഡ് ഷീ കുഡിൻറ്റ് ടോളറേറ്റ് ദ ഹെവി ബർഡൻ ഓഫ് ഡൂയിങ് നത്തിങ്. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം ദുഃഖിതയാണ്, ബോറിംഗ് ആണ്. തങ്ങളുടെ ഗ്രാമീണൊപ്പം പോയ സമയത്ത് വളരെയധികം സന്തോഷം അവർക്കുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, fifth one, who was the new guest to the riverside house? How did he come there? How did Kiran treat him? ആരാണ് പുതിയ ഗസ്റ്റ്? എങ്ങനെയാണ് അവനവിടേക്ക് വന്നത്? അവനെ എങ്ങനെയാണ് കിരൺ ട്രീറ്റ് ചെയ്തത്? ദാറ്റ് ഫിഫ്ത്ത് വൺ. The new guest to the riverside house was Nilkanda. He belonged to a theatrical troupe. Their boat perished in the storm while they were going to stage a play in a nearby village. Kiran treated him very kindly, giving him dry clothes to change and milk to drink. ഭക്ഷണം കൊടുത്തു, അതോടൊപ്പം തന്നെ കുടിക്കാൻ പാല് കൊടുത്തു. നല്ല രീതിയിലാണ് ഇങ്ങനെ അവിടേക്ക് വന്ന ഈ നീൽക്കണ്ഠയെ കിരൺ ട്രീറ്റ് ചെയ്തത്. മാത്രമല്ല അവനൊരു ബോട്ട് തകർന്നിട്ടാണ് അവിടേക്ക് എത്തിയത്. അവൻ ഒരു തിയേറ്ററിക്കൽ ഗ്രൂപ്പിലെ ആളായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇവരുടെ ബോട്ട് കൊടുങ്കാറ്റിൽപ്പെട്ട് നശിച്ചത്. നെക്സ്റ്റ് വൺ, ദ ബോയ് വാസ് എ ബൂൺ ടു എവരി വൺ. ഹൗ? ആ കുട്ടി എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. എങ്ങനെയാണ് അനുഗ്രഹമായി തീർന്നത്? ദ ബോയ്സ് എൻട്രി വാസ് എ ബൂൺ ടു എവരി വൺ ബിക്കോസ് കിരൺ ഹാഡ് വാം ഫീലിംഗ്സ് ടുവാർഡ്സ് ഹിം, ഹിസ് മദർ ടുവാർഡ്സ് ഹിം. ശരത് ആൻഡ് ഹിസ് mother were happy and Kiran would stay longer there. Nilkanda was happy because he escaped from his cruel master and how to could stay with a wealthy family.
ഇത്തരത്തിൽ വളരെയധികം അനുഗ്രഹമായിരുന്നു. എല്ലാ ആളുകളും സന്തോഷവാന്മാരായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അങ്ങനെ അമ്മയ്ക്കും അവിടെയുള്ള തൻ്റെ ഭർത്താവ് ശരത്തിനും എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ആ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായി വന്നത്. ഓക്കെ, അങ്ങനെ അനുഗ്രഹം ആയി എന്ന് പറയുന്നു. വൈ ഡിഡ് ശരത് ആൻഡ് ഹിസ് മദർ ലോങ് ഫോർ ദ ഡിപ്പാർച്ചർ ഓഫ് നീൽക്കണ്ഠ? തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ശരത്തിനും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ഇങ്ങനെ പോയിരുന്നെങ്കിൽ എന്നുള്ള ഒരു തോന്നലിലേക്ക് വന്നത്? ശരത് ആൻഡ് ഹിസ് മദർ ലോങ്ഡ് ഫോർ ദ ഡിപ്പാർച്ചർ ഓഫ് നീൽക്കണ്ഠ ബിക്കോസ് ഹി ഡെവലപ്ഡ് എ ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് band of naughty boys who didn't allow any fruits to get ripened in the neighborhood. He also brought a mongrel dog home which turned the house upside down. എല്ലാ ആളുകളെയും അവന് ചീത്ത കൂട്ടർ കൂടി അങ്ങനെ നായയും കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പഴുക്കുന്നതിന് മുൻപ് തന്നെ പഴങ്ങളെല്ലാം പറിച്ചു അല്ലേ. അങ്ങനെ ഇത്തരത്തിൽ അവന് മോശമായ ഒരു ക്യാരക്ടറിലൂടെ അവൻ്റെ ആ കുടുംബത്തെ ഒന്നടങ്കം മറിച്ചു. So Sharath punished him for his naughtiness. Nilkanda did not change his behavior. What was the reason behind that? Sharath പണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും വികൃതിത്തരങ്ങൾക്ക് വേണ്ടി. എന്ത് മാറ്റമാണ് അവൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ പിന്നീട് വന്നത്? എന്താണോ അതിന് പിന്നിൽ കാരണം? The reason behind that was he strongly believed the world was made up of eatings and beatings, in which beatings played the eminent part. Okay, that is the 8th one. 9th one, what was the confusion about Nilkanda's age with his face and deeds? Hairless, innocent face showed he was 14, but the smoke and words that came out of his mouth suggested he was beyond 17. Okay, his hairless innocent face showed he was 14. അവൻ്റെ ആ ഒരു മുടിയില്ലാത്ത രോമവളർച്ചയില്ലാത്ത നിഷ്കളങ്കമായ മുഖവും അതോടൊപ്പം തന്നെ 14 വയസ്സും ഇതിൽ സ്മോക്ക് വേർഡ്സ് ദാറ്റ് ഹി കെയിം ഔട്ട് ഓഫ് ഹിസ് മൗത്ത് സജസ്റ്റഡ് ഹി വാസ് എ ബിയോണ്ട് 17. ഇപ്പോൾ ഏകദേശം ആ ഒരു പ്രകൃതക്കാരനായിട്ടുള്ള അവനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 17 അടുക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് തോന്നിക്കുന്നത്. പ്രവൃത്തിയും അതുപോലെ തന്നെ വയസ്സും മുഖമൊക്കെ തോന്നിപ്പിക്കുന്നത് അത്തരത്തിൽ 17 വയസ്സുകാരൻ്റെ ആ ഒരു പ്രകൃതമാണ്. നെക്സ്റ്റ് വൺ, നിൽക്കണ്ട turned out to be a failure in his studies. How did his studies go on? നിൽക്കണ്ട അവൻ്റെ പഠനത്തിൽ അവനധികം പരാജയപ്പെട്ടു. പക്ഷേ അതിന് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? He felt the alphabets were dancing in the mist in front of his eyes, but he developed the skill of casting his eyes blank on a page for hours as if reading it. If he felt someone was near him, he would read loud, but no one would understand what he read. Then 11, the care and affection of Kiran changed the boy's miserable life to be a happy one. How did he behave when he was away from Kiran's presence? ആ ഒരു സ്നേഹവും വാത്സല്യവും ഈ ആൺകുട്ടിയുടെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തിൽ വളരെയധികം മാറ്റമുണ്ടായി, സന്തോഷവും ഒക്കെ കൊണ്ടുവന്നു. എങ്ങനെയാണ് കിരണിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ എന്തൊക്കെയാണ് അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നത്? When he was away from Kiran's presence, he behaved as a very naughty boy. He would bring dozens of complaints from his neighbors, and eventually Sharath had to tie his hands together at times, forcing him to stay him, but his naughty friends would come in search of him for new ways of mischief. What was the difference in Nilkanda's behavior after Sadish came to the house to Nilkanda? Why was Kiran angry with him? നിൽക്കണ്ടയുടെ ആ സ്വഭാവം എന്തുകൊണ്ടാണ് കിരൺ അവനോട് ദേഷ്യപ്പെട്ടത്? Nilkanda's behavior changed after Sadish came to the house. Before Sadish came, Kiran used to serve him meals and he ate a lot. Now saw the hall without eating much. He would repeatedly say, "I am not hungry," helping that Kiran would press him to eat more. But that did not happen, so he would go and soaking his pillows with tears. According to Nilkanda, Sadish played some
venomous trick to make Kiran angry with him. That is the 12th one. ഓക്കെ, ഭക്ഷണം കൊടുത്തിരുന്നു. ഇപ്പോൾ ഭക്ഷണം കൊടുക്കാതെയായി. ഇപ്പോൾ വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഭക്ഷണം കൊടുക്കാതെയും അസാന്നിധ്യവും കണ്ടപ്പോഴാണ് അവന് സങ്കടം വന്നത്. അതുകൊണ്ടാണ് അവൻ അത്തരത്തിൽ പെരുമാറിയത്. ഹൗ ഡിഡ് നിൽക്കണ്ട അവെഞ്ച് സതീഷ് ഇൻ ഹിസ് ഓൺ വേ? അവൻ സ്വന്തം രീതിയിൽ പ്രതികാരം തീർക്കുന്നുണ്ട്. എങ്ങനെയാണ് നിൽക്കണ്ട സതീഷിനോട് പ്രതികാരം തീർക്കുന്നത്? റിവെഞ്ച്ഡ് സതീഷ് ഇൻ ഹിസ് ഓൺ വേ ബൈ ടേക്കിംഗ് അവേ ദ സോപ്പ് വെൻ ഹി വാസ് ബാത്തിങ് ഓർ ത്രോ ഹിസ് ഡ്രസ് ഇൻ ദ എയർ വിച്ച് വുഡ് ബി ഫ്ലോൺ ബൈ ദ വിൻഡ്. വെൻ കിരൺ ആസ്ക്ഡ് ഹിം ടു entertain Sadish, he said he did not remember anything. ആണ് സോപ്പ് മോഷ ഡ്രസ് വലിച്ചെറിഞ്ഞും ഇത്തരത്തിലാണ് അവൻ്റെ ദേഷ്യം തീർത്തത്. 14th one, what gave problem did Kiran and family have when they were about to move to their house in the village? അപ്പോൾ അവിടെ ആ ഒരു പ്രശ്നം, കിരണും അവിടെ കുടുംബം ഇങ്ങനെ പോകുന്ന സമയത്ത് ആ വീട്ടിൽ ചെറിയൊരു ഗ്രാമത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായത്? 14th one, when they were about to move to their house in the village, they started packing their things. Kiran wanted to take Nilkanda with them, but the idea was strongly opposed by the other member family. Kiran advised Nilkanda to go back to his own home and he burst into the tears. Sadish was annoyed at this sight and told Kiran that Nilkanda is putting up a shown to get her sympathy. That is the 14th one. 15th one, why did Nilkanda think about burning Sadish into ashes? Nilkanda thought about burning Sadish into ashes because he said that he was playing a trick to earn the sympathy of Kiran by crying before her. This made Nilkanda very angry. വളരെയധികം ചിന്തിച്ചു, എങ്ങനെയും കരഞ്ഞുകൊണ്ട് കിരൺ അവരുടെ ആ സ്നേഹം പിടിച്ചു പറ്റാം, സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി കരയുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ടപ്പോഴാണ് ദേഷ്യം വന്നത്. 16, Nilkanda wobbled towards the wall with swollen heart and head. Why? Answer is, Nilkanda wobbled towards the wall with swollen heart and head because Sadish attacked him thinking that he had stolen his grand inkstand. His heart was swollen because he was sad that Kiran was going away without taking him with her. His head was swollen because of beating he got from Sadish. That is the 16th one. 17, what was the battle of words for? The battle of words took place because of the missing inkstand. Sadish and Sharath thought Nilkanda stole it, but Kiran supported the innocent. Sadish wanted to search Nilkanda's room, but Kiran opposed it and even cried. 18, what did Kiran do to console Nilkanda? What puzzled her when she unlocked his box? That is the 18th one. Answer is, to console Nilkanda, Kiran wanted to give him a surprise gift consisting of 2 new suits of clothes, a pair of shoes and a bank note. When she unlocked his box, she was puzzled to see that the missing inkstand was at the bottom of the box under some. Okay, ആ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കിരൺ എന്ത് ചെയ്യുന്നുണ്ട്? സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് സമ്മാനം. ഷൂസ്, പണം, വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ചെയ്തത്. Then 19th one, his last hope proving him not a thief, he dust. How? അവൻ്റെ ഒരു അവസാന ആഗ്രഹം താൻ ഒരിക്കലും ഒരു കള്ളനല്ല എന്ന് തെളിയിക്കണമെന്നായിരുന്നു. പക്ഷെ അത് അവൻ എങ്ങനെയായിരുന്നു? ആ സമയത്ത് എന്താണ് പിന്നീട് സംഭവിച്ചത്? He took the inkstand as a revenge to throw it into the river, but before he could do that, Kiran had seen it in his box. There was no way he could convince her that he had no intention of stealing it, but he just wanted to destroy it. So his last hope of proving him not a thief hit the dust. അപ്പം അങ്ങനെ അവസാനത്തെ ആ ഒരു ഇത് പൊളിഞ്ഞു. യഥാർത്ഥത്തിൽ മോഷ്ടിക്കണമെന്നല്ല, നദിയിലേക്ക് വലിച്ചിടണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പക്ഷേ അത് തെളിയിക്കാനുള്ള ഒരു അവസരം അതോടുകൂടി ആകെ തവിടുപൊടിയായി. 20th one, what might be the mystery behind the missing of Nilkanda? നിൽക്കണ്ടയുടെ കാണാതാവിൻ്റെ പിറകിലുള്ള നിഗൂഢത എന്താണ്?
The mystery behind the missing of Nilkanda might be that he no more dared to face Kiran, who had loved him so much. He was certain he could not get that love back after she saw the inkstand in his box. തൻ്റെ ബോക്സിലുള്ള ഇങ്ക് സ്റ്റാൻഡ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി അവർ എന്നെ മനസ്സിലാക്കും ഞാനൊരു കള്ളനാണെന്ന്. അതോടുകൂടി തൻ്റെ സ്നേഹം, പഴയ സ്നേഹമൊന്നും കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നത്. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then let's revisit. Activity 1. The story Castaway is full of conflicts. Nilkanda's behavior and actions, responses of Sadesh and Sharath, and arguments of Kiran for Nilkanda make the main plot of the story. Make a revisit to the story and complete the following table. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കൃത്യമായിട്ട് നോക്കുക. ആ ടേബിളിൽ ഓരോ കഥാപാത്രങ്ങളുടെയും സ്വഭാവം, അവിടെ പ്രവർത്തനങ്ങൾ, പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ക്യാരക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കോളം റിമാർക്കബിൾ ക്വാളിറ്റീസ്, തേർഡ് വൺ സപ്പോർട്ടിംഗ് ഇൻസ്റ്റൻസസ്. ഇതാണ് കോളങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ക്യാരക്ടറുടെ പേര് ഫസ്റ്റ് കോളത്തിനും, റിമാർക്കബിൾ ക്വാളിറ്റീസ് എന്താണ് ഗുണങ്ങൾ എന്നുള്ളത്, പ്രത്യേകതകൾ എന്നുള്ളത് സെക്കൻഡ് കോളത്തിനും, സപ്പോർട്ടിംഗ് ഇൻസ്റ്റൻസസ് അതിനെ സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങൾ തേർഡ് കോളത്തിനും എഴുതുക. ഓക്കെ, കിരൺ. ഫസ്റ്റ് വൺ കിരൺ ആസ് എ ക്യാരക്ടർ. ദെൻ റിമാർക്കബിൾ ക്വാളിറ്റീസ് കൈൻഡ്, loving, argumentative. That is the remarkable qualities. Supporting instances. Okay, she is kind to Nilkanda. She loves the villagers. She argues with her husband on many occasions. Second one, Sharath. Okay, loving, argumentative. That is the remarkable qualities of Sharath. Then supporting instances. He loves Kiran, his mother and brother. He argues with his wife often. Third character, Nilkanda. He is a loving, mischievous, then vengeful, then angry. Instances are: he loves Kiran. He is mischievous and does naughty things with his gang. He wants to take revenge on Sadesh. When angry, he beats up his friends, kicks his dog and hits branches of trees. Sadesh is jealous, violent. സതീഷ് അസൂയുള്ളവനാണ്, വയലൻ്റ് ആണ്. ഓക്കെ, he is jealous of Nilkanda. He thrashes Nilkanda badly when he discovers his inkstand missing. പലപ്പോഴും എന്ത് മോശമായിട്ട് പെരുമാറുന്നുണ്ട്, അത് കാണുന്നുണ്ട് ഇങ്ക്സ്റ്റാൻഡ് പോയതോടുകൂടി. ഓക്കെ, അപ്പം അതൊക്കെ ദേഷ്യമുണ്ട്. യെസ്. ദ നെക്സ്റ്റ് വൺ 2. In the story Castaway, we came across a young boy, Nilkanda, who escaped from a storm. അല്ലേ, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അത് നിൽക്കണ്ട എന്നുള്ള ആൺകുട്ടിയാണ്. കാസ്റ്റവേയിൽ നമ്മൾ കാണുന്നുണ്ട്. ഹി മാനേജ് ടു സേവ്. അവൻ എങ്ങനെയാണ് അതിൽ നിന്നും രക്ഷപ്പെട്ട് വന്നത്? ദാറ്റ് ഈസ് സ്വിമ്മിങ്. ഓക്കെ, ഹി സേവ് ഹിംസെൽഫ് ബൈ സ്വിമ്മിങ്. ഇഫ് യു ആർ ഇൻ ഹിസ് പ്ലേസ്, വാട്ട് വിൽ യു ഡു? ഡിസ്കസ്. നിങ്ങൾ അവൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് സച്ച് എ സ്കിൽസ് ടു സേവ് അവർ സെൽസ് ആൻഡ് അതേഴ്സ് ഇൻ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ആൻഡ് ഫെൻഡിങ് എ ഫയർ ഓർ ഫോർജിങ് ഫോർ ഫുഡ്. തീർച്ചയായിട്ടും ഈ സമയത്ത് ഉള്ള നിങ്ങളുടെ സ്കില്ലുകൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, അവയർനെസ് അബൌട്ട് ഫസ്റ്റ് എയ്ഡ്. ഇപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അവയർനെസ് അബൌട്ട് ദ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. പിന്നെയോ ട്രെക്കിങ്, ദെൻ റോക്ക് ക്ലൈമ്പിങ്, ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പാറ പിടിച്ച് കയറി ഇങ്ങനെ രക്ഷപ്പെടുക, അല്ലേ, അതൊക്കെ ചെയ്യും. പിന്നെന്താണ് പിന്നെ വരുന്നത്? സ്റ്റാർട്ടിങ് ആൻഡ് ഫെൻഡിങ് എ ഫയർ, ദെൻ foraging for food. ഇതൊക്കെയാണ്. Then B, even though Nilkanda escaped from the storm, he failed to get a acceptance of the people who were kind to him. Kiran's family could have utilized his theatrical skills to create a better artist out of him. As well as wisher of Nilkanda, what can you do to support in grooming the boy into a successful man? Discuss. ഇപ്പോൾ ഇവിടെ നിൽക്കണ്ടയുടെ ആ ഒരു കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അഭിനയത്തിൻ്റെ അഭിരുചി, അല്ലെ, ഒരു കലാകാരൻ്റെ അഭിരുചി അവർ കാണുന്നുണ്ട്. ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഡിസ്കഷൻ പോയിന്റ്സ്. എക്സാമ്പിൾ, ഐഡൻറ്റിഫൈയിങ് ഹിസ് എബിലിറ്റീസ്. ആദ്യം അവൻ്റെ കഴിവുകൾ തിരിച്ചറിയുക. എൻകറേജിങ്, പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ടീച്ചിങ്, പഠിപ്പിക്കണം, ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പഠിപ്പിക്കണം. ദെൻ കംഫർട്ടിങ്, അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ദെൻ ഹിം ഫീൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ സിറ്റിസൺഷിപ്പ് ക്വാളിറ്റീസ്, പൗരത്വത്തിലുള്ള ചില ഗുണങ്ങൾ. മോറൽ,
ഇൻസ്ട്രക്ഷൻസ്, ധാർമ്മികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, ഇതൊക്കെ അവൻ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദ B. Then next one, on the basis of the discussion, prepare a write-up on the role of society in molding a person. ഈ ഒരു പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ദ റോൾ ഓഫ് സൊസൈറ്റി ഇൻ മോൾഡിങ് എ പേഴ്സൺ. ഒരു വ്യക്തിയെ പരുവപ്പെടുത്തുന്നതിൽ സമൂഹത്തിൻ്റെ പങ്ക് എന്താണ് എന്നതിനെ അധികരിച്ചുകൊണ്ടുള്ള, ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. സി, ഹാവ് യു ഐഡൻറ്റിഫൈഡ് your skills and talents? How can we nourish them? Let us conduct a talent search competition in our school under pace of the English club. What are the competitions? അപ്പോൾ അത്തരത്തിലുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ക്ലബിൻ്റെ കീഴിൽ നമ്മൾ വ്യത്യസ്ത ഇനം പരിപാടികൾ നടത്തുകയാണ്. റെസിറ്റേഷൻ, മോണാക്ട്, എക്സ്റ്റംപോർ, ദെൻ സ്പീച്ച്, ദെൻ എസ്സേ റൈറ്റിംഗ്, സ്റ്റോറി റൈറ്റിംഗ്, പോയം, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. Prepare a notice for the event which include all the details. ആ ഇംഗ്ലീഷ് ക്ലബിൽ കീഴിൽ നടത്തുന്ന മത്സരത്തിൻ്റെ നോട്ടീസാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നോട്ടീസ് തയ്യാറാക്കാൻ. I think all of you got the ideas about this topic and its textual questions and activities. Okay, coming day we can discuss its remaining activities. Still wait. Have a nice day. Thank you.